ജോ ഡോക്ടർ, ഞാൻ ആദ്യം താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ രാജീവ് ഈ കാര്യത്തിൽ പറഞ്ഞൊരു വിശദീകരണമുണ്ട്. അതിങ്ങനെയാണ്: അനസ്തീഷ്യക്കാരാണ് ഈ ട്യൂബ് ഇടുന്നത്. ഞാൻ അവരെ വിളിച്ച് രേഖകൾ പരിശോധിച്ചപ്പോൾ അവരങ്ങനെ ഇട്ടതായി കാണുന്നില്ല, നല്ല നീളമുള്ളതാണ് ഈ ട്യൂബ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാനല്ല ഇത് ചെയ്തത്, നമ്മൾ ചെയ്യുന്ന സാധനമല്ല, ഞാൻ ആദ്യമായാണ് ഇത് കാണുന്നത്, എനിക്കിതുമായി ബന്ധമില്ല, എൻ്റെ യൂണിറ്റ് ആണ് ഈ സംഭവം എന്നത് ശരി തന്നെ. ഇങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റുന്ന ഒരു പിഴവാണോ ഡോക്ടർ ഈ സംഭവിച്ചിരിക്കുന്നത്? ഇതെങ്ങനെ സംഭവിച്ചിരിക്കാം എന്നാണ് ജോ ഡോക്ടർ താങ്കൾ കരുതുന്നത്? ഗോപി, ഇതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുമയ്ക്ക് തൈറോയിഡിൻ്റെ സർജറിക്ക് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. തൈറോയിഡിൻ്റെ സർജറിയുടെ സമയത്തല്ല. തൈറോയിഡ് സർജറിക്ക് ശേഷം ചില രോഗികൾക്ക് കാൽഷ്യത്തിൻ്റെ കുറവുണ്ടാകുകയും ഹൈപ്പോ കാൽസീമിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുകയും, ഹൈപ്പോ കാൽസീമിയ വളരെയധികം മോശമായി കഴിയുമ്പോൾ മസിൽ സ്റ്റിച്ചിങ് ഉണ്ടായി ടെറ്റനി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും. ആ സമയത്ത് എത്രയും പെട്ടെന്ന് ശരീരത്തിലേക്ക് കാൽഷ്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ആ സമയത്ത് വെയിൻ കിട്ടിയിട്ടുണ്ടാവില്ല. വെയിൻ കിട്ടാത്ത സമയത്തായിരിക്കും, ഗൗരവമായ സമയത്ത് അല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ ഈ സെൻട്രൽ വെയിൻ കാനുലേഷൻ നടത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ ഡ്രിപ്പ് കൊടുക്കുക, കാൽഷ്യം കൊടുക്കുക, കൈകളിലെയോ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ഒക്കെ കാലിലെയോ ഒക്കെ ചരമ്പുകളിൽ കൂടിയായിരിക്കും കൊടുക്കുന്നത്. സൂപ്പർഫിഷ്യൽ വെയിൻസിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ രോഗി ഗൗരവമായ അവസ്ഥയിൽ ചിലപ്പോൾ രോഗിയുടെ പ്രഷർ കുറയാം, ഹൃദയത്തിൽ ഇടിപ്പുകൾക്ക് താളം തെറ്റാം, വേറെ ലൈൻസ് ഒന്നും കിട്ടാത്തപ്പോഴാണ് നമ്മൾ സെൻട്രൽ വെയിൻ കാനുലേഷൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലാണ് സെൻട്രൽ വെയിൻ കാനുലേഷൻ നടത്തുന്നത്. ഒന്ന് കഴുത്തിലെ ഞരമ്പുകളിൽ കൂടി, ഇന്റേണൽ ജുഗ്ലാർ വെയിൻ എന്ന് പറയുന്ന കഴുത്തിലെ ഞരമ്പ്. രണ്ട്, കാലിലെ ഫിമറൽ വെയിൻ. സുബയ്ക്ക് ഒരുപക്ഷെ കഴുത്തിലെ തൈറോയ്ഡ് സർജറിക്ക് ശേഷമായതുകൊണ്ട് ഡ്രസ്സിങ്ങും മറ്റും ഉള്ളപ്പോൾ അതുവഴി ചെയ്യാൻ സാധിക്കില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ വെയിൻസ് ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ് ഈ ഫിമറൽ വെയിൻ കാനുലേഷൻ നടത്തിയത്. എന്തെങ്കിലും ഒരു കാണിക്കാൻ വേണ്ടി ഇതുണ്ട്. ഇതാണ് ആ ഇടുന്ന ട്യൂബ്, ഇതാണ് ആ ഗൈഡ് വയർ എന്ന് പറയുന്നത്. ആ ഗൈഡ് ഈ ഡോക്ടർ ഞാനത് വൈറ്റ് സ്ക്രീനിലൊന്ന് കാണിക്കട്ടെ. ഡോക്ടർ ഞാനത് വൈറ്റ് സ്ക്രീനിലൊന്ന് കാണിച്ചോട്ടെ, ഒരു മിനിറ്റ്. PCR ശരി ഡോക്ടർ പറഞ്ഞോളൂ. ആദ്യം ആ വെയിൻ കുത്തിവെക്കുന്നു. കുത്തിയതിന് ശേഷം ആദ്യം ആ വെയിനകത്തൂടെ ഈ ഗൈഡ് വയർ ഇടുന്നു. ഈ ഗൈഡ് വയർ ഈ വെയിനകത്തെടുക്കുന്നു. അതിനുശേഷം കുത്തിയ സൂചി എടുത്തു മാറ്റിയതിന് ശേഷമാണ്, ഇതാണ് സെൻട്രൽ വെയിൻ. ഇത് പലതരമുണ്ട്. ഒരു സെൻട്രൽ വെയിൻ കാനുല ഈ ഗൈഡ് വയറിൽ കൂടിയാണ് നമ്മൾ കയറ്റുന്നത്. ചിലപ്പോൾ രോഗിയുടെ അവസ്ഥ മൂലം ചിലപ്പോൾ രോഗി ഇങ്ങോട്ട് തിരിഞ്ഞു മറിയുകയാണെങ്കിലോ വളരെ ടെറ്റനി പോലെയുള്ള അല്ലെങ്കിൽ ഫിറ്റ്സ് പോലുള്ള സമയത്താണ് ഒരു പക്ഷേ എങ്കിൽ ഈ ഗൈഡ് വയർ നമ്മൾ അറിയാതെ ചിലപ്പോൾ മുമ്പോട്ട് പോയിരിക്കാം. അതാണ് സാധ്യതയുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ആ ഗൈഡ് വയർ ഫിമറൽ വെയിനിൽ നിന്ന് കയറി അത് മൈഗ്രേറ്റ് ചെയ്ത്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എംബോളൈസ് ചെയ്ത്, സബ്ക്ലേവിയൻ വെയിൻ എന്ന് പറയുന്ന ഹൃദയത്തോട് പോകുന്ന അശുദ്ധ രക്തം എത്തിക്കുന്ന ആ വെയിനിൽ പോയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒന്ന് മനസ്സിലാക്കുക. സെൻട്രൽ വെയിൻ കാനുലേഷൻ ധാരാളം നടക്കുന്ന, മില്യൺസ് ഓഫ് സെൻട്രൽ വെയിൻ കാനുലേഷൻ ഓരോ ദിവസവും ലോകത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എംബോളൈസേഷൻസ് അപൂർവമായി ഉണ്ടാകാറുമുണ്ട്. എംബോളൈസേഷൻ്റെ തോത് പറയുകയാണെങ്കിൽ 0.02% മുതൽ 0.8%, 0.02 മുതൽ 0.8% വരെ കണക്കുകൾ ഇങ്ങനെയുള്ള എംബോളൈസേഷൻസ് ഉണ്ടാകാറുണ്ട്. പല കാരണങ്ങളാകാം. ആ സമയത്ത് ഉള്ള രോഗിയുടെ അവസ്ഥയായിരിക്കാം, ചെയ്യുന്ന ആളുകളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൾട്ടി ഗൈഡ് വെയർ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഗൈഡ് വെയറിൻ്റെ ടിപ്പ്, വളരെ ബെൻഡിരിക്കുന്ന ടിപ്പ് ഫോൾട്ടി ആയിരിക്കാം, മാനുഫാക്ചറിങ് പ്രോബ്ലംസ് ആയിരിക്കാം. അങ്ങനെ നമ്പർ ഓഫ് റീസൺസ് കൊണ്ട് ഇങ്ങനെ അപൂർവമായി സംഭവിക്കാറുണ്ട്. ശരി ഗോപിക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി ഡോക്ടർ, കേൾക്കാൻ പറ്റി ഡോക്ടർ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാർട്ടിലേക്ക് പോകുന്ന ഈ അശുദ്ധ രക്തവാഹിനിയിൽ ഒട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഗൈഡ് വയർ എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളോടൊപ്പം നിന്ന സുമയ്യ പറഞ്ഞതുപോലെ അത് ശ്വാസ തടസ്സവും ഒരല്പം നടക്കുമ്പോഴേക്കും കിതപ്പും ഉണ്ടാക്കുന്ന തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമോ? ഒരു കാര്യം കൂടി ഡോക്ടർ, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കാം എന്ന് ഡോക്ടർ പറയുമ്പോൾ അതിലൊരു പിഴവ് സംഭവിച്ചു എന്ന് ഡോക്ടർ അടിവരയിടുകയാണ്.
ഇല്ല, പിഴവല്ല, പിഴവ് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ്. പിഴവ് എന്ന് പറയല്ല, പിഴവും കോംപ്ലിക്കേഷൻ വേറെയാണ്. ഇത് ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ്. അപൂർവമായി സംഭവിക്കാം. അത് പല കാരണം, ഞാൻ പറഞ്ഞു, പല കാരണങ്ങൾ കൊണ്ടാകാം. ആ രോഗിയുടെ അന്നത്തെ അവസ്ഥയായിരിക്കാം, രോഗിയുടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ രോഗി നമ്മുടെ കൂടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കാത്തതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഗൈഡ് വെയർ ഫോൾട്ടി ഗൈഡ് വെയർ ആയിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം. അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇത് ഒരു പിഴവ് എന്നതിനെക്കാട്ടും അപ്പുറമായി അപൂർവമായി സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഡോക്ടർ, ആ കാര്യത്തിൽ എനിക്ക് ഒരു വിശദീകരണം കൂടി. അതായത് 2023 മാർച്ച് 22-നാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. അന്ന് തന്നെ ഡോക്ടർ ഈ കാര്യങ്ങൾ ആശുപത്രി അധികൃതരെ അറിയിക്കുന്നു. അദ്ദേഹം പറയുന്നത്, അതായത് ഞാൻ പറയുന്നത്, നമ്മുടെ ഡോക്ടർ രാജീവ് കുമാർ പറഞ്ഞത്, ഈ പിഴവിൽ എനിക്ക് പങ്കില്ല, ഉത്തരവാദികൾ ട്യൂബ് ഇട്ടവരാണ്, കത്തീറ്റർ കടത്തിവിടുന്നതിന് മുന്നോടിയായി കടത്തിവിടുന്നതാണ് ഈ ഗൈഡ് വയർ. അപ്പോൾ ചികിത്സാ പിഴവിനെ കുറിച്ച് ബുധനാഴ്ച തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഒരു രീതി നടന്നു. അപ്പോൾ ഇതൊരു പിഴവല്ല, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് അങ്ങനെ ഒരു ആക്സിഡൻ്റലായി സംഭവിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അതല്ലേ അദ്ദേഹം ആദ്യം വിശദീകരിക്കേണ്ടിയിരുന്നത്? മറിച്ച് അദ്ദേഹം എൻ്റെ യൂണിറ്റിന് പറ്റിയൊരു പിഴവാണെന്ന് സമ്മതിക്കുകയായിരുന്നല്ലോ ഡോക്ടർ ഈ കാര്യത്തിൽ ചെയ്തത്. രണ്ട് കാര്യം മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു സർജനാണ്. സാധാരണഗതിയിൽ സർജൻസ് അല്ല ഇത് ചെയ്യാറുള്ളത്. പല രീതിയിൽ, ഒന്ന് അവിടെയുള്ള റെസിഡൻസ് ആയിരിക്കാം, ക്രിട്ടിക്കൽ കെയർ ഉള്ളതാണെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ആയിരിക്കാം, അനസ്തീഷ്യ ആയിരിക്കാം, ജൂനിയർ ഡോക്ടർ ആയിരിക്കാം. അങ്ങനെ ആ ടീമിലെ ആ സമയത്ത് രോഗിയെ ശുശ്രൂഷിച്ച ആരെങ്കിലും ആയിരിക്കാം, ആ ടീം തന്നെ ആയിരിക്കാം, ടീമിലെ ആരെങ്കിലും ആയിരിക്കാം. സർജൻസ് സാധാരണഗതിയിൽ ഇത് ഇടാറില്ല. ഇത് ചെയ്യുന്നത് ഒന്നെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആ സമയത്ത് രോഗി ക്രിട്ടിക്കലായ അവസ്ഥയിൽ, ബുദ്ധിമുട്ടായ അവസ്ഥയിൽ രോഗിയെ പരിപാലിച്ചത് ആരാണ്, എനിക്കറിയില്ല ആരാണെന്നുള്ളത്. സാധാരണ ആശുപത്രിയിൽ ഉള്ളത് ഇങ്ങനെ ഇടുന്നത് റെസിഡൻസ് ഉണ്ട്, അനസ്തീഷ്യർ ഉണ്ട്, ക്രിട്ടിക്കൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കാം. ശരി ഡോക്ടർ, ഇനി നമ്മുടെ ഒരു ചോദ്യത്തിന് ഡോക്ടർ പറഞ്ഞില്ല മറുപടി. അതായത് ഇത് ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ സുമയ്യ പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിന് ഇത് കാരണമാകുമോ? പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീചിത്രയിൽ CT സ്കാൻ എടുത്തപ്പോൾ ഇത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ചേർന്ന് പോയി ഒട്ടിക്കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും എങ്ങനെയാണ്? ശരി, രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം ആദ്യം പറയാം. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഗൈഡ് വയർ ഇത് സാധാരണഗതിയിൽ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ധമനികളിൽ ഉപയോഗിക്കുന്ന, ആൻജിയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന കൊറോണറി ഗൈഡ് വയർ ആണ്. മുമ്പേ കണ്ട ഗൈഡ് വയറിനെക്കാട്ടും വളരെ ചെറിയ ഗൈഡ് വയർ ആണ്. ചിലപ്പോൾ അപൂർവമായി ഈ ഗൈഡ് വയറിൻ്റെ അറ്റം പൊട്ടിപ്പോകാം. എവിടെയാണ്? വെയിൻസിലല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ധമനികളിൽ. അത് എടുക്കാനുള്ള മാർഗങ്ങളുണ്ട്, എപ്പോഴും എടുക്കേണ്ട ആവശ്യവുമില്ല. ഒന്നുകൂടെ പറയുന്നു, എടുക്കാൻ മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ വളരെ ചെറുതാണ്, ചിലപ്പോൾ കാണത്തുപോലും. ഇതിൻ്റെ ടിപ്പ് മാത്രമേ റേഡിയോ ഒപ്പേക്ക് ആയിട്ടുള്ളൂ, അതായത് എക്സ്റേ കാണാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ ഇത് പറയുന്നത് റേഡിയോ ഒപ്പേക്ക് അല്ല, റേഡിയോ ലൂസൻ്റ് ആണ്. അത് ചിലപ്പോൾ എക്സ്റേ കാണുക പോലുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റാതെ വരാം. പിന്നെ വേറൊരു സാധനം ഉപയോഗിക്കുന്നതാണ്, നമ്മൾ പറഞ്ഞ ഗൈഡ് വയറിന് പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് കത്തീറ്റേഴ്സ്. ഇതൊരു കത്തീറ്ററാണ്, ആൻജിയോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കത്തീറ്ററാണ്. ഈ കത്തീറ്ററിൻ്റെ അറ്റവും പല കാരണങ്ങളാൽ രോഗിയുടെ ചിലപ്പോൾ ഈ കത്തീറ്റർ ചിലപ്പം നമുക്ക് നല്ലപോലെ തിരിക്കേണ്ടി വരാം, അതൊരു കിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫോൾട്ടി ആകാം. പല കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ ടിപ്പും പൊട്ടിപ്പോകാം. അങ്ങനെയുള്ളപ്പം അതും ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടുക പോലുമില്ല, ചിലപ്പോൾ എടുക്കാറുമുണ്ട്. മിക്കവാറും നല്ലൊരു ശതമാനം സമയത്തും ഇത് നമുക്ക് തിരിച്ചെടുക്കുകയും പറ്റാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗൈഡ് വയർ, ചെറുതോ വലുതോ ആയ ഗൈഡ് വയറുകൾ, കത്തീറ്ററുകളുടെ ഒക്കെ അഗ്രം ചിലപ്പോൾ പൊട്ടിപ്പോവുകയും എംബോളൈസ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞു വരുന്നു, എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന്, തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. അത് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ, ഉണ്ടായ ഉടനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് എങ്കിൽ, ഈ പ്രശ്നം ഉണ്ടായ ഉടനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അന്ന് ശ്രീജിത്തിലെ പറഞ്ഞതുപോലെ കീഹോളായിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റും. കുറേ നാൾ ശരീരത്തിലായി കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ നമ്മുടെ രക്തധമനികളുടെ ഭാഗമായി തീരും. അല്ലെങ്കിൽ ഒരു രക്തധമനിയുടെ കോട്ടിങ് അതിനകത്ത് വരികയും ആ കോട്ടിങ് ഉള്ളപ്പോൾ അത് ചിലപ്പം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകുകയും ചെയ്യാം. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇത് എടുക്കുകയും
ഈ പ്രശ്നം ഉണ്ടായ ഉടനെ എടുക്കുകയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. കാരണം ഉടനെ ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് എങ്കിൽ അതിൻ്റെ ഭിത്തിയോട് ചേർന്ന് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഞാൻ പറഞ്ഞ വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്, ബുദ്ധിമുട്ടാകും. എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടേയില്ല. പലപ്പോഴും എടുക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചതുപോലെ ഒട്ടിയിരിപ്പില്ലായിരിക്കാം. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റും. അപൂർവമായിട്ട് ഓപ്പറേഷൻ ചെയ്തും ഇതെടുക്കാൻ പറ്റും. ചെയ്യണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന നമ്മുടെ നമ്മുടെ രോഗിക്ക് കിട്ടുന്ന അതുകൊണ്ട് എടുത്തത് കൊണ്ടുണ്ടാകുന്ന ബെനഫിറ്റും എടുക്കാനുള്ള ശസ്ത്രക്രിയക്കുള്ള റിസ്ക് നോക്കി കഴിയുമ്പോൾ പലപ്പോഴും പറയും, ആ റിസ്ക് ബെനഫിറ്റ് വെച്ചുകൊണ്ട് പറയും അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. രണ്ടാമത്തേത് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ വെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഗൈഡ് വയറുകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുകയും വേണം. എടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഗോപി, ഇത് ഒരു എക്സ്റേ ആണ്. ഇത് ഒരു രോഗിയുടെ പേസ് മേക്കർ വെച്ചിരിക്കുന്ന ഒരു എക്സ്റേ ആണ്. ഇത് രോഗിക്ക് പേസ് മേക്കർ ഇടതുവശത്തെ കൂടെ ഹൃദയത്തിനകത്ത് ഈ പറയുന്ന പോലെ ഈ ഗൈഡ് വയർ ഇരിക്കുന്ന വെയിൻസിനകത്തുകൂടി പോയി അത് ഹൃദയത്തിനകത്തെ ചേംബറിൽ പോയി പേസ് മേക്കർ വെച്ചിരിക്കുന്നതാണ്. ഈ പേസ് മേക്കർ 15 വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഈ പേസ് മേക്കറിൻ്റെ ലീഡ് രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, ആ പേസ് മേക്കർ ലീഡ്, ആ വെയിനിൽ കൂടെ പോകുന്ന ലീഡ്. രണ്ട്, ഒരു പൾസ് ജനറേറ്റർ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൊടുക്കുന്ന ഇലക്ട്രോണിക് സിസ്റ്റമുള്ള പൾസ് ജനറേറ്റർ. ഉദാഹരണത്തിന് ഈ ലീഡിന് പ്രശ്നമുണ്ടായി എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പേസ് മേക്കർ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആ ലീഡ് അവിടെ കട്ട് ചെയ്യും. ഈ വെയിൻസിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് ക്യാപ്പിട്ട് ആ വെയിനിൽ തന്നെ നിക്ഷേപിക്കും. മനസ്സിലായില്ലേ? വെയിനിൽ തന്നെ നിക്ഷേപിക്കും. എന്നിട്ട് മറ്റ് സൈഡിൽ കൂടി പോയിട്ട് വലതുവശത്തെ കൂടി പോയിട്ട് റൈറ്റ് സൈഡിൽ കൂടി പോയി വേറെ പേസ് മേക്കർ ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് അതിനേക്കാൾ ഏറെ വലുത്, കുടുങ്ങിയ ഗൈഡ് വെയറിനേക്കാൾ ഏറെ വലിപ്പമുള്ള ഇതുപോലെ വലിപ്പമുള്ള പേസ് മേക്കർ ലീഡുകൾ ചിലപ്പോൾ നമുക്ക് അവിടെ ഉപേക്ഷിക്കേണ്ടി വരാം. ഇപ്പോൾ പുതിയ ടെക്നോളജികളുണ്ട്. ഈ ലീഡ് എക്സ്ട്രാക്ഷൻസ് എന്ന് പറയുന്ന ടെക്നോളജി, അവിടെ ഇട്ട ലീഡ് ഭിത്തിയോട് ചേർന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എടുത്ത് കളയാൻ. ലീഡ് എക്സ്ട്രാക്ഷൻ ടെക്നോളജീസും ഉണ്ട്. പക്ഷേ മിക്കവാറും പേസ് മേക്കർ ചെയ്യുന്ന ഡോക്ടർമാർ ആ ലീഡ് അവിടെ തന്നെ ഇടുകയാണ്. കാരണം പേസ് മേക്കർ ലീഡ് എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ആ ലീഡ് അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ലക്ഷങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നില്ല എങ്കിൽ. ശരി ഡോക്ടർ.